ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് നാളുകളായല്ലോ നമ്മൾ കണ്ടിട്ടല്ലേ. എന്തായാലും ഞങ്ങളുടെ റിയൽ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. ഞങ്ങളുടെ ഫാമിലി വിശേഷങ്ങൾ, ഞങ്ങളുടെ കുട്ടികളുടെ, ഞങ്ങളുടെ ഫാമിലിയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ട് ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ എന്തായാലും ഇനി മുതൽ ഈ ആഴ്ച മുതൽ ഞങ്ങൾ വേറൊരു വെറൈറ്റി കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ മുൻപിൽ വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട ചില താരങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങൾ കേൾക്കുവാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നമ്മുടെ സേതുവിൻ്റെയും പല്ലവിയുടെയും കഥകളുമായിട്ട് ഈ ആഴ്ച മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ ഞങ്ങൾ വരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പം നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ വിശേഷങ്ങളുമായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മുടെ ലൈവിൽ വന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഒരുപാട് നമ്മുടെ കഥകളൊക്കെ കേൾക്കുന്നവരാണ്, കാണുന്നവരാണ്. അപ്പം നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ സേതുവിൻ്റെയും പല്ലവിയുടെയും കഥകളായിട്ട് വരും. അപ്പം നിങ്ങൾക്ക് ലൈവിൽ വന്ന് ഈ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഞങ്ങളുമായിട്ട് നേരിട്ട് സംസാരിച്ച് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എടാ കൊച്ചെ, നീ അത് ചെയ്യുന്നത് ശരിയായില്ല, നിൻ്റെ ആ കഥകളുമായിട്ടുള്ള ഒരു രസമില്ല എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയുവാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് അനുവാദം ചോദിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പൊന്നുമടത്തിലെ വിശേഷവുമായിട്ട് ഞാൻ വരും ദിവസങ്ങളിൽ വരുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും പ്രമോ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തുവാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും നമ്മുടെ സേതു തൻ്റെ പ്രണയം തുറന്നു പറയാൻ, പല്ലവിയോട് തുറന്നു പറയുവാൻ ആകാംക്ഷയോട് കാത്തിരിക്കുക. എന്നാൽ പല്ലവി എന്തു ചെയ്യുന്നു? തനിക്കൊരു ജീവിതം, തൻ്റെ ആദ്യ വിവാഹം തന്നെ, ആദ്യ ദിവസം തന്നെ, ആദ്യ രാത്രി തന്നെ പരാജയപ്പെട്ടത് കൊണ്ട് തന്നെ എനിക്കിനി ഒരു വിവാഹത്തെക്കുറിച്ച് ഒരു ചിന്തയില്ലെന്ന് തന്നെ ആദ്യം തന്നെ നമ്മുടെ സേതുവിനോട് പറയുമ്പോൾ തന്നെ പ്രണയം ഇനി തുറന്നു പറയാൻ സാധിക്കത്തില്ലല്ലോ എന്നൊരു വിഷമത്തോടു കൂടി പ്രണയം തുറന്നു പറയാൻ കഴിയാതെ നിൽക്കുന്ന ഒരു എപ്പിസോഡാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ കിട്ടുന്നത്. എന്തായാലും സേതു തൻ്റെ പ്രണയം തുറന്ന് നമ്മുടെ പല്ലവിയോട് പറയും കേട്ടോ. പറയുമ്പോൾ പല്ലവിയുടെ ഭാഗത്തു നിന്ന് എന്താണ് പ്രതികരണം എന്ന് നമ്മൾ വരുന്ന ദിവസം നാളത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റത്തില്ല, എന്നാൽ നാളത്തെ കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡിൽ കാണാൻ കഴിയും. അതിനുശേഷം നമ്മൾ കാണുന്ന കഴിയുന്ന നാളത്തെ എപ്പിസോഡിൽ കാണുന്ന നമ്മുടെ ഋതു നമ്മുടെ സേതുവിനെ ഏകദേശമൊക്കെ ഒന്ന് പഠിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ വരികയാണ്. അപ്പോൾ ഋതുവിൻ്റെ മനസ്സിലൊരു വലിയൊരു ആഗ്രഹമുണ്ട്. തൻ്റെ അച്ഛനായ മാധവൻ സാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ വസ്തുവും നശിച്ചു പോകാതെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആരൊക്കെ കള്ളത്തരം കാണിച്ചാലും അതിനെ പിടിച്ച് അവരെ പുറത്താക്കുവാനൊരു പ്ലാനുണ്ട്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ അപ്പം നമ്മുടെ മാനേജറെ പിടിച്ചു, പക്ഷെ മാനേജറല്ല, അതിൻ്റെ പിന്നിൽ ആരോ ഉണ്ട്, ഒരു വലിയൊരു ഹെഡുണ്ട് എന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഋതു സേതുവിൻ്റെ വാക്കുകൾ കേൾക്കുവാൻ അല്പം വിസമ്മതമാണെങ്കിലും പ്രകടമാക്കുവാൻ കഴിയുന്നില്ലെങ്കിലും മനസ്സുകൊണ്ട് അത് ഒരുക്കമായി വരുന്ന ചില രഹസ്യങ്ങളൊക്കെ, ഒരു രസകരമാകുന്ന നിമിഷങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണുമല്ലോ. അങ്ങനെ സേതുവിൻ്റെ വാക്ക് ഒളിഞ്ഞും പൊളിഞ്ഞും അല്ലെങ്കിൽ കേൾക്കുവാൻ താല്പര്യമില്ലാത്ത രീതിയിൽ സേതുവിൻ്റെ ഉപദേശങ്ങളൊക്കെ കേട്ട് അതിൻ പ്രകാരം തൻ്റെ കമ്പനിയെ നിയന്ത്രിക്കുവാൻ തുടങ്ങുമ്പോൾ ഋതുവിന് മനസ്സിലായി സേതു ഒരു സത്യസന്ധനായ വ്യക്തിയാണെന്നും സേതുവിൻ്റെ വാക്കുകൾക്ക് വില കൊടുത്തു കഴിഞ്ഞാൽ തൻ്റെ അച്ഛനായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്വത്തും സമ്പാദ്യവും പ്രസ്ഥാനങ്ങളൊക്കെ വളർച്ചയിലേക്ക് തന്നെ വരും, അതിൻ്റെ അകത്തുള്ള കീടങ്ങളെ പുറത്താക്കുവാൻ കഴിയുമെന്നും ഋതു മനസ്സിലാക്കുന്ന ദിവസങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ. എന്നാൽ നമ്മുടെ പൊന്നുമടത്തിലെത്തിയ നമ്മുടെ സേതു ഒരുപാട് നമ്മുടെ കുറുപ്പ് അമ്മാമൻ പറഞ്ഞ പോലെ സേതു ശ്രമിച്ച് തൻ്റെ പൂർണ്ണിമേനെ ഒരു കുറ്റം പറയൽ, വേദനിപ്പിക്കൽ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും തനിക്ക് ചില തിരിച്ചടികൾ വരുമ്പോൾ സേതു വീണ്ടും പൂർണ്ണിമേനെ കുറ്റം പറയുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന ചില അനുഭവങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയും. എന്തായാലും ഇന്നൊരു പ്രമോവിശേഷത്തിലൂടെ മാത്രം ഞാൻ തുടങ്ങിയാണ്. എന്തായാലും നമ്മുടെ ഋതു നമ്മുടെ സേതുവിനെ മനസ്സിലാക്കുകയും അതുപോലൊപ്പം പല്ലവി നമ്മുടെ സേതുവിൻ്റെ സ്നേഹം തിരിച്ചറിയുകയും ചെയ്യുന്ന ദിവസങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയുന്നത്. അതിനോടൊപ്പം നമ്മുടെ പൂർണ്ണിമയ്ക്ക് കൂടുതൽ സങ്കടകരമാകുന്ന അവസ്ഥയിലേക്ക് പോകുന്ന ചില നിമിഷങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം. എന്തായാലും നമുക്ക് നാളത്തെ റിയൽ വിശേഷങ്ങളുമായിട്ട് രാവിലെ തന്നെ ഞങ്ങൾ എത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വലിയൊരു സപ്പോർട്ടും സബ്സ്ക്രൈബറായിട്ടും ലൈക്കായിട്ടും കമൻ്റായിട്ടും വരുമെന്ന പ്രതീക്ഷയോടുകൂടി വീണ്ടും നാളെ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.